ശിവശങ്കറിലേക്ക് പോകുന്നു. ശ്രീ പി ആർ ശിവശങ്കർ, ഇപ്പോൾ മാധ്യമ സ്ഥാപനത്തിന് നേരെ, ഞങ്ങളുടെ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണത്തെ ബി.ജെ.പി അപലപിച്ചു. ദേശീയ തലത്തിൽ തന്നെ അതൊരു വിഷയമാക്കി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന് ക്രിമിനലാണ് എന്നറിഞ്ഞ ശേഷവും ലഭിക്കുന്ന സ്വീകാര്യത, അതിനെ എങ്ങനെയാണ് ബി.ജെ.പി കാണുന്നത്? സ്മൃതി, ഈ വിഷയത്തെ നമ്മൾ ആരും, രാഷ്ട്രീയ പ്രവർത്തകരോ പത്രപ്രവർത്തകരോ സാധാരണ ജനങ്ങളോ ഒരു ചെറിയ സംഭവമായി കാണരുത്. ഇത് റിപ്പോർട്ടർ ചാനലിന് നേരെ മാത്രമായ ഒരു അക്രമമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നാളെ മറ്റ് പത്രങ്ങൾക്കെതിരെയും വരാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ഈ ആക്രമണം ഒരു സൂചനയാണ്. ഒരു സൂചനയുടെ ഭാഗമായിട്ട് നോക്കൂ, ഒരു വ്യക്തിയുടെ ലൈംഗിക അരാജക പരമ്പരയുടെ വാർത്ത, ആ വാർത്ത നൽകി എന്നുള്ള ഒരു തെറ്റാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾക്കെതിരെ പ്രകടനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു വ്യക്തി, അതും അത്രയൊന്നും വലിയ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവൊന്നും അല്ലാത്തൊരു വ്യക്തി ഒരു ലൈംഗികമായ പീഡനക്കേസിൽ പ്രതിയാകുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം വലിയ സംഘർഷാവസ്ഥയിലേക്ക് വരുന്ന ഒരു ചാനലിലേക്കുള്ള പ്രകടനം, അവിടെ കരിയോലയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ മറ്റാരോപണം വരുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളടക്കം, റിപ്പോർട്ടർ ചാനലിലെ അടക്കം വരുന്ന വാർത്തകളോടും അതിന്റെ ഉള്ളടക്കത്തോടും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാന്യമായി അവതരിപ്പിക്കുവാനും എതിർപ്പ് പ്രകടിപ്പിക്കുവാനും വാർത്തകൾ തന്നെ സാധ്യതയുണ്ട്. അത്തരം പ്രവർത്തനമാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, നേരിട്ട് പാർട്ടിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ മിഥുൻ മോഹന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വയനാടുള്ള ഒരു നേതാവ് ജംഷീർ എന്നോ ഒറ്റ പറയുന്ന ആളാണ് തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സ്ലീപ്പിംഗ് സെല്ലുകളുടെ സംസ്കാരമായിരിക്കുന്നു. അത് ഒരു നമ്മൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാത്ത ഒരു രീതി ഇന്ന് കോൺഗ്രസിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ മിനിമം യൂത്ത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് താങ്കളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് പ്രകടനം നടക്കുമ്പോൾ പരിചിതമായ മുഖങ്ങളില്ല അവിടെ, പക്ഷേ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്ന് പ്രകടനം നടത്തുന്നു. മുഖമില്ലാത്ത, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത പലരും വന്ന് പ്രകടനത്തിന്റെ കൂടെ നിന്ന് ചാനലുകൾക്കെതിരെ ഒരു വളരെ ഘോരമായിട്ടുള്ള പ്രസംഗത്തിന് കൈയടിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദിസ് ഇസ് ടോട്ടലി ഹൈജാക്ട്. യൂത്ത് കോൺഗ്രസ് എങ്കിലും തുറന്ന് സമ്മതിക്കണം, ഞങ്ങളുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ അതിന്റെ ഒരു കാരണം കൂടെ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തി ഒരു രോഗമാണ്, ഒരു രോഗലക്ഷണമാണ്. അത് രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണമാണ്. യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് എന്ന വലിയ ശരീരത്തിലും പടർന്നു കയറിയിട്ടുള്ള ഒരു വലിയ വിദേശ പണത്തിന്റെയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏലിയനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന്റെയും രോഗലക്ഷണമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വ്യക്തി. ഒരു സംശയവുമില്ല, അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ, ആ രോഗലക്ഷണം പുറത്തേക്ക് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ എങ്ങനെ നേരിടണമെന്ന് മുഖമില്ലാത്ത, അല്ലെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിദേശ പണം കൊണ്ട് കോൺഗ്രസിനെ നാളെ നിയന്ത്രിക്കാമെന്ന് ധരിക്കുകയും കുറെയെല്ലാം അതിലെല്ലാം വിജയിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്ക് ഈ കളങ്കിത വ്യക്തിക്കെതിരെ പറഞ്ഞപ്പോൾ വളരെ ശക്തമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ലീപ്പിംഗ് സെല്ല്, സോഷ്യൽ മീഡിയയിലെ സ്ലീപ്പിംഗ് സെല്ലായിട്ട് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ ചേർത്തിരിക്കുന്നു. കള്ള ഫേസ്ബുക്കുകളും അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടുകളും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇതിലൂടെ കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും സോഷ്യൽ മീഡിയയിലെയും ഭീഷണിപ്പെടുത്തി. ഞാൻ ചില ചാനലുകളിലൊക്കെ കണ്ടിരുന്നു, ചാനലിലൊക്കെ ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാം നടത്തുമ്പോൾ നിരന്തരമായി ഇത്തരം ലൈംഗിക അരാജകത്വത്തിന്റെ പീഡന കഥകൾക്കെതിരെ അതിനെ അനുകൂലിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ വന്ന് പ്രതികരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ വർഷങ്ങളായി തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നേതാക്കൾക്ക് നേരെ, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ളവരെ എങ്ങനെ സംരക്ഷിക്കുവാനും വേട്ടപ്പട്ടികളെ പോലെ കുറെ പേരെ പണം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ ചർച്ചയ്ക്ക് ശേഷവും സ്മൃതിക്കെതിരെയും എനിക്കെതിരെയും അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് CPM നേതാവിന് എതിരെയുമെല്ലാം ശക്തമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് വരും.
ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സോഷ്യൽ മീഡിയ സ്ലീപ്പിംഗ് സെൽസ് ഇരിക്കുകയാണ്. വിദേശ പണത്തിന്റെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലെ പണത്തിന്റെ പിന്തുണയുണ്ട്, അവർക്ക് നേതാക്കളുണ്ട്, അവരെ ഭയമാണ് കോൺഗ്രസിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾക്കും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിലെയും ചില നേതാക്കളെ ഇതിനെതിരെ ശക്തമായി അകത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിച്ച തീരുമാനമെടുത്ത നേതാക്കൾക്കെതിരെ വളരെ ഏറ്റവും മോശമായ രീതിയിൽ അവർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രചരണങ്ങളും ചില സ്ത്രീകളുടെയൊക്കെ ആരോപണങ്ങളും അതിനൊന്നും വിലയില്ലെങ്കിൽ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും തങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇത്തരത്തിലായിരിക്കും പ്രതികരണമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. ഒരു സംശയവുമില്ല, കോൺഗ്രസ് ഇതിൽ ശക്തമായി ഇത് മനസ്സിലാക്കണം. കോൺഗ്രസിനെ ഇതിനെ രക്ഷിക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ഈ ആക്രമണം അത് ഒരു വാർത്താ ചാനലിനെതിരെ മാത്രമുള്ളതല്ല. ഈ സംസ്ഥാനത്തെ മുഴുവൻ മീഡിയക്കെതിരെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തങ്ങൾക്കെതിരെ എന്ത് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും നടപടി എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.